അപ്പൊ എല്ലാരും കുറെ പേരിനോട് പറഞ്ഞു നമ്മുടെ ഒരു ദിവസത്തെ പ്രോഗ്രാം എങ്ങനെയൊക്കെയെന്ന്. ഇപ്പൊ സമയം 1:26. ഞാൻ 1 മണിക്ക് നീച്ചാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി. അപ്പൊ മിക്ക ദിവസങ്ങളും ഇങ്ങനെയല്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾ, ഒരു മാസത്തിൽ ഒരു ദിവസം, കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെയാണ്, കുറച്ച് ദിവസങ്ങൾ വേറെ രീതിയാണ്. പിന്നെടാ ഇതിപ്പോ ഇന്നത്തെ കുറച്ച് എന്താ പറയാ, നമ്മുടെ വർക്കും തിരക്കുള്ള സമയങ്ങളിലുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇപ്പൊ 1:26. അപ്പൊ ഞാൻ ഇപ്പൊ കാറിലെ കടന്ന് നമുക്ക് നീച്ചു, നമുക്ക് കിച്ചണിലൊന്ന് പോയി നോക്കാം. ബായോ. കിച്ചണിലിവിടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മസാലക്കുള്ള ഉള്ളി ഇട്ടിക്കണം. കോഴി വന്നു ഷമീർക്ക? കോഴി വന്നിട്ടില്ല. ഓക്കെ, അപ്പോ ബാക്കി കുറേശ്ശെ കാണാട്ടോ. അപ്പോ നമ്മുടെ ഇവിടുത്തെ ഒരുവിധം പരിപാടികളെല്ലാം റെഡി ആയിക്കാണ് കേട്ടോ. കൊണ്ടുവരിക, ചോറ് വയ്ക്കാൻ ദമ്മിടുക, ആ പരിപാടിയുള്ളൂ. അതിന് മുന്നേ നമുക്കൊന്ന് കിച്ചണിൽ പോയിട്ട് വരാം. അവിടെയും ഇതേപോലെ പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് അവിടുത്തെ പരിപാടി. അപ്പൊ നമ്മുടെ കിച്ചണിൽ വന്നിട്ടാണ് കേട്ടോ. ഇവിടെ അവിടുത്തെ അതേപോലെ പരിപാടി മസാല റെഡി ആയിക്കണോ. ഇവര് നമ്മളെ പോലെ അത്രയും നേരത്തെ നീച്ച് പണി തുടങ്ങി കേട്ടോ. അവിടെ ഉണ്ടല്ലേ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്. അരി കഴുകി വെച്ചിരിക്കണു. നമുക്ക് ചോറ് വെക്കാൻ ഉണ്ടല്ലോ. ഇതാണ് ഞാൻ പറയണത്, നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ സഹപ്രവർത്തനം കേട്ടോ. നമ്മൾ പരിചയിക്കും അതിൻ്റെതായ ഉത്തരവാദിത്തത്തില് അവര് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും ഏതൊരാളുടെയും ഒരു ബിസിനസ് ചെയ്യുന്ന ആളുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ സഹപ്രവർത്തനമാണ്. ഓക്കെ, ഇനി നമുക്ക് ചോറൊക്കെ വെച്ചിട്ട് ഇടയിലേക്ക് അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഇങ്ങനെ അടുത്ത് അവിടേക്ക് തന്നെ. അപ്പൊ നമ്മുടെ ഇവിടത്തെയും ചോറും ഇതൊക്കെ റെഡി ആയി കേട്ടോ. വേള് കൂട്ടണ അതിലേക്ക് നോക്കി ബായ് പറയും. അപ്പൊ ശരി, ഇപ്പൊ ഇവരുടെ നേതൃത്വത്തിലാണ് കേട്ടോ ഇവിടെ. അടിപൊളി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോകട്ടോ. അപ്പൊ അവിടെ ബിരിയാണിക്ക് ദമ്മ് പൊട്ടിച്ചു കേട്ടോ. ഞാനിതിന്റെ ഇടയിലൊന്ന് പോയിട്ട് കുളിച്ച് രസം മാറി. ഇവിടെ തന്നെ കുളിച്ച് രസം മാറി. കോഴിക്കൂടെ നടക്കാനുള്ള കാരണം പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് ഉള്ളിൽ വിശേഷങ്ങൾ കാണാം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓരോ ദിവസം തുടങ്ങുന്നതും അവസാനിക്കണൊക്കെ. ഒരു ബിസിനസ് പറഞ്ഞാൽ കൊണ്ടുനടക്കല്, അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ. നമുക്ക് ബിസിനസ് കഴിഞ്ഞിട്ടാണ് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണവർ എപ്പോഴും ഡെഡിക്കേഷനായിട്ട് ഇറങ്ങണം. നമ്മൾ കടന്നുറങ്ങിയാൽ ഒന്നും നടക്കില്ല. നമ്മൾ നാളെ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ സമയം, നേരം, കാലം ഒന്നും തടസ്സമില്ലാതെ അതിന് വിപരീതമായിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.